കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം തുടരുകയാണ്. കിണറിടിച്ച ആനയെ പുറത്തെത്തിക്കാനാണ് നീക്കം. ആന കിണറ്റിൽ വീണിട്ട് 10 മണിക്കൂർ പിന്നിടുകയാണ്. കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ് ഫെൻസിംഗ് പ്രവൃത്തി 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ആ പ്രവൃത്തി അത് വളരെ താല്പര്യമെടുത്തുകൊണ്ടാണ് ആ പ്രവൃത്തി ഇവിടെ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ വർക്ക് വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് ഈ ഫെൻസിങ്ങിന്റെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ആനയെ കയറ്റിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. റാഫി കരീം വിവരങ്ങളുമായി കോട്ടപ്പടിയിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, പ്രതിഷേധത്തിനൊക്കെ പിന്നാലെ ഒരു സമവായം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ദൗത്യം തുടങ്ങിക്കഴിഞ്ഞോ റാഫി? റിജിത്ത്, ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നേരത്തെ ഒരു അരമണിക്കൂർ മുൻപാണ് പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിൽ കളക്ടർ എത്തി ചർച്ച നടത്തി ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ കളക്ടർ മേൽനോട്ടം വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം ഈ വനം വകുപ്പ് നടപടികൾ പുനരാരംഭിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഈ ആന നിലവിൽ വീണ് കിടക്കുന്ന കിണറിന്റെ ഒരു വശം പൂർണ്ണമായും ഇടിച്ചിട്ടുണ്ട്. അതിന്റെ അവസാനഘട്ട നടപടികളിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഭാഗമെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കയറുകെട്ടി തിരിച്ച ആളുകളെ മീറ്ററുകൾ ദൂരം മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 144 അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുരക്ഷയാണ്. കാരണം 14 വയസ്സുള്ള ആരോഗ്യവാനായ ഒരു ആനയാണ്, അതൊരു കൊമ്പനാണ്. അതുകൊണ്ട് തന്നെ ഈ ആന പുറത്തേക്ക് എത്തിയാൽ അക്രമാസക്തനാകുമെന്നുള്ള ഭയം വനംപാലകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത മുൻകരുതലുകളാണ് ഇതിനോടകം എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ആനയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം അത് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 3 മണിയോട് കൂടിയാണ് ഈ ആന കിണറ്റിൽ വീണത് എന്നുള്ളതാണ് വനം വകുപ്പ് നമ്മളോട് വ്യക്തമാക്കുന്നത്. 6 മണിയോട് കൂടിയാണ് വനം വകുപ്പ് ഈ വിവരം അറിയുന്നത്. തുടർന്ന് വനം വകുപ്പ് ഈ ആനയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഡാറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പ് ആലോചിച്ചിരുന്നു. എന്നാൽ കിണറ്റിൽ റാഫി കരീം കോട്ടപ്പടിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കിണറിടിച്ചിട്ടുണ്ട്. ആ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.